السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയ 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ. പരിശുദ്ധമായ പവിത്രതയുടെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ, അവൻ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി. മാസങ്ങളെ എണ്ണിയിട്ട് അല്ലാഹു അങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ രേഖയിൽ ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ മാസങ്ങൾ 12. അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു മാസത്തിനോ ദിവസത്തിനോ വസ്തുവിനോ വ്യക്തിക്കോ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ശ്രേഷ്ഠത അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലാഹുവിനെ അംഗീകരിച്ച വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ്. അത് തഖ്വയുടെ ഭാഗമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് തഖ്വയുടെ ഭാഗമാണ് എന്ന്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ
ചില മാസങ്ങൾക്ക് പ്രത്യേകത നൽകുന്നത് എന്തിനാ? നാം പലപ്പോഴായി സംസാരിച്ച വിഷയമാണ് ദുനിയാവ് പരീക്ഷണത്തിന്റെ ഗേഹമാണ്. ഇവിടെ ആരാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയണം. അതറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും പരിശോധിച്ചു കൊണ്ടേയിരിക്കും. കർമ്മങ്ങൾ അതിൽപ്പെട്ടതാണ്. കർമ്മങ്ങൾ മനുഷ്യരെ അള്ളാഹുവിന് ടെസ്റ്റ് ചെയ്യാനുള്ളതാ. ആരാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയണം. അള്ളാഹു നിർബന്ധമാക്കിയതിനെ നിർബന്ധമായി കാണുന്നത് ആര് എന്ന് അള്ളാഹുവിന് അറിയണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ, വിലക്കിയ കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കാൻ തയ്യാറായ ആര് എന്ന് അള്ളാഹുവിന് അറിയണം. കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് ആത്മീയത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. കർമ്മങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് എന്ന. അൽ അഅമാൽ അസ്ബാബു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് കർമ്മങ്ങൾ എന്ന. നാം എപ്പോഴും പറയുന്നത് പോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുമ്പിൽ 3 കൂട്ടരാണുള്ളത്. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിലേത് കൂട്ടരിലാണ് നാം എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ കൂട്ടര് അഹ്ലുസുന്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച ദീൻ അതേ പ്രകാരം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പറഞ്ഞതിനെ കൃത്യമായി ചെയ്യുന്നവർ, ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ഉപേക്ഷിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളാൻ പറഞ്ഞതിനെ തള്ളുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുകുലത്തിൽ നിന്നും ദീൻ പഠിച്ച സഹാബാക്കളെ ഫോളോ ചെയ്യുന്നവർ. അവരാണ് അഹ്ലുസുന്ന. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനവർ നൽകിയ ഷഹാദയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ സാക്ഷ്യവാക്യത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ് ഇതേ മിമ്പറിൽ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം സത്യമാകണമെങ്കിൽ 4 കാര്യങ്ങൾ അവൻ അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യങ്ങൾ ഞാൻ വെടിയാൻ തയ്യാറാണ്. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചെന്ന കാര്യങ്ങളെ സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ഇബാദത്തായി എന്നെ പഠിപ്പിച്ചത് അത് മാത്രമേ ഞാൻ ഇബാദത്തായിട്ട് ചെയ്യുകയുള്ളൂ. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ സാക്ഷ്യവാക്യത്തെ കൃത്യമായി അന്വർത്ഥമാക്കിയവർ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർക്ക് കർമ്മങ്ങളിൽ നിലപാടുകളുണ്ട്, വിശ്വാസ കാര്യങ്ങളിലും നിലപാടുകൾ ഉള്ളതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, അറിയിച്ചു തന്ന ഒരു കാര്യം, കൽപ്പിച്ച ഒരു കാര്യം, നിരോധിച്ച ഒരു കാര്യം, അത് അതേപടി അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് അളക്കുകയില്ല, ശാസ്ത്രത്തിന് വിട്ടുകൊടുക്കുകയില്ല, താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചത് അത് അതുപോലെ ഉൾക്കൊള്ളുന്നവർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം നൽകണം മുഅ്മിനീങ്ങളെ. അവർ 2 പേരും നിങ്ങളെ ജീവിക്കുന്ന കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ടത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ്. അല്ലാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്.
ആ പ്രാവർത്തികമാക്കുന്നതിന് ഞാൻ തയ്യാറാണ് എന്ന സാക്ഷ്യവാക്യമാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തുകൊണ്ടേ ചെയ്യുകയുള്ളൂ. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെ ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുക, മനസ്സിൽ പിടിക്കാത്തത് ഉപേക്ഷിക്കുക, ശാസ്ത്രത്തിനോട് യോജിക്കാത്തതിനോട് വിമുഖത കാണിക്കുക എന്നൊരു തത്വം അവിടെ വരുന്നില്ല. നബി പറഞ്ഞോ, അത് ആകാശത്തിന്റെ മുകളിലുള്ളതായാലും ശരി, ഭൂമിക്കടിയിലുള്ളതായാലും ശരി, വരാനിരിക്കുന്നതായാലും ശരി, കഴിഞ്ഞു പോയതായാലും ശരി, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായാലും ശരി, കാണാൻ പറ്റാത്തതായാലും ശരി, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതായാലും ശരി, ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ശരി, സമിഅനാ വ അതഅനാ ആമന്നാ വ സദ്ദഖനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് മുഅ്മിനീങ്ങൾ പറയുക. അതിന്റെ അപ്പുറത്തേക്ക് മുഅ്മിനീങ്ങൾക്ക് വേറെ വാക്കില്ല, വേറെ ചിന്തയില്ല, വേറെ അഭിപ്രായമില്ല. ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 മാസങ്ങൾ അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളാണ്. ആ 4 മാസങ്ങളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. ആ 4 മാസങ്ങളിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഈ കൂട്ടര് പറയും, പ്രവാചകരെ അംഗീകരിച്ചിരിക്കുന്നു, അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചവരാണ് നാം. ഈ മാസത്തിന് പ്രത്യേകതയുണ്ട് എങ്കിൽ ആ പ്രത്യേകത അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ മാസത്തിന്റെ പ്രത്യേകതയിൽ അങ്ങെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചാൽ ചെയ്യാൻ തയ്യാറാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം പറഞ്ഞ ആളാണ് ഞാൻ എന്നതുകൊണ്ട്. ഇതാണ് ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തെ അംഗീകരിച്ചതിന് ശേഷം അതിനെ പൊളിച്ചവരാ. മൂന്നാമത്തെ കൂട്ടരും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തെ അംഗീകരിച്ചതിന് ശേഷം പൊളിച്ചവരാ. രണ്ടാമത്തെ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതോടൊപ്പം പഠിപ്പിക്കാത്തതിനെയും ദീനാക്കിയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഇബാദത്തുകളെ ഇബാദത്താക്കിയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസ കാര്യങ്ങളെ വിശ്വാസങ്ങളായി കൊണ്ടു നടക്കുന്നവർ. നബി പഠിപ്പിച്ചതോടൊപ്പം പഠിപ്പിക്കാത്ത കാര്യങ്ങളും ദീനിൽ കയറ്റിയവർ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവാക്യത്തിന് ലംഘനം വരുത്തിയവരാണ് അവർ. നാം കൊടുത്ത ഷഹാദ എന്താ? പ്രവാചകരെ, അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അങ്ങ് എന്താണോ നമ്മെ പഠിപ്പിച്ചത് അത് മാത്രമേ നാം നിർവഹിക്കുകയുള്ളൂ എന്ന. എന്നാൽ ഇക്കൂട്ടർ എന്ത് ചെയ്തു? അതിന് പുറത്തേക്ക് ഇവരെ വക കൂടുതൽ ഒരുപാട് ഉണ്ടാക്കി. മക്കത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, ഇവർക്ക് അള്ളാഹ്ക്ക് പുറമെ ചില പങ്കാളികളുണ്ടോ? അള്ളാഹ്ക്ക് പുറമെ ദീനാക്കി കൊടുക്കാൻ, അള്ളാഹ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അള്ളാഹ് അനുവദിക്കാത്ത കാര്യങ്ങൾ ശറഅക്കാൻ ഇവർക്ക് അള്ളാഹ്ക്ക് പുറമെ വേറെ പങ്കാളികളുണ്ടോ? ഇല്ല. അക്കൂട്ടർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാ. അപകടം പിടിച്ച വഴിയിലാണവർ. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയവർ. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ ദീനാക്കിയവർ. വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, കർമ്മകാര്യങ്ങളിലാകട്ടെ. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പോലുള്ള അള്ളാഹു മഹത്വമുണ്ടെന്ന് പറഞ്ഞ മാസങ്ങളുടെ മഹത്വത്തെ അവർ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ആ മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇബാദത്തുകളും കൂടി ചെയ്തു. നബി പഠിപ്പിക്കാത്ത നിസ്കാരം, നബി പഠിപ്പിക്കാത്ത നോമ്പ്, നബി പഠിപ്പിക്കാത്ത ദിക്ർ, നബി പഠിപ്പിക്കാത്ത സ്വലാത്ത്, നബി പഠിപ്പിക്കാത്ത അങ്ങനെയുള്ള പല അനാചാരങ്ങളും നബി പഠിപ്പിച്ചു തന്ന ഇബാദത്തിന്റെ കൂടെ ചെയ്തു. അത് സ്വീകാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, നാം കൽപ്പിക്കാത്ത വല്ല അമലും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകാര്യമല്ല. അത് എത്ര നല്ലതായി തോന്നിയാലും ശരി, എത്ര രസമുള്ളതായി തോന്നിയാലും ശരി, ആ ഇബാദത്തിന് എത്ര ആസ്വാദനം ഉണ്ടായാലും ശരി,
അതിലൂടെ ആത്മീയത കിട്ടുന്നു എന്ന് തോന്നിയാലും ശരി, അത് സ്വീകരിക്കപ്പെടുന്ന ഒന്നല്ല. മൂന്നാമത്തെ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാത്തവർ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം മൊഴിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊള്ളാത്തവർ. റസൂലുള്ളാഹ് പറഞ്ഞതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറയും. എന്നാൽ അവർ ചില നിബന്ധനകൾ വെക്കും, ചില മാനദണ്ഡങ്ങൾ വെക്കും, ചില കണ്ടീഷൻസുകൾ അവർ വെക്കും. അവർ പറയും, ബുദ്ധിക്ക് യോജിക്കാത്തത് നമ്മൾ സ്വീകരിക്കൂല. ഇന്ന ഹദീസ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുകയില്ല. ഇന്ന ഹദീസ് ശാസ്ത്രത്തിനെതിരാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുകയില്ല. ഇന്ന ഹദീസ് സമകാലി നമ്മുടെ ചുറ്റുപാടിനെതിരാണ്, നമ്മുടെ ബുദ്ധിക്കെതിരാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പല ഹദീസുകളെയും തള്ളിയവർ. അവർ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവാക്യത്തെ ബാത്തിലാക്കിയവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയാൻ എന്ത് ബുദ്ധിയാണ് ഇവൻക്കുള്ളത്? കേവലമായ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്താൻ മാത്രം എന്ത് ബുദ്ധിയാണ് ഇവനുള്ളത്? ബുദ്ധി ഇല്ലാത്തതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളെ വളരെ സിമ്പിളായി, അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അങ്ങനെയെങ്കിലും ചെയ്ത് കാണിച്ചതാ, അങ്ങനെയെങ്കിലും അതൊന്നും ഉണ്ടാകുമെന്ന് നോക്കട്ടെ, അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. ഒരാള് വെല്ലുവിളിച്ചതാണ്, 7 അജുവാക്കാരൊക്കെ കഴിച്ചാൽ അയാൾക്ക് വിഷമേൽക്കുകയില്ല, സിഹിർ ബാധിക്കുകയില്ല. അപ്പോൾ പറയാൻ സിഹിർ എന്തായാലും ബാധിക്കൂല, നമ്മൾ സിഹിറിന് അംഗീകരിക്കുന്നേ ഇല്ല. വിഷം ബാധിക്കൂല എന്ന് പറഞ്ഞില്ലേ, നീ ഒന്ന് തിന്ന് കാണിച്ചിട്ട് വിഷം ബാധിച്ചതോ ഇല്ലയോ നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞാലും ഈ ചോദ്യം ചോദിച്ചൂടെ? ഇവര് ഈ ഹദീസിനെ ലൈഫാക്കാൻ, ദുർബലമാക്കാൻ വേണ്ടിട്ട്, തള്ളാൻ വേണ്ടിട്ട് പറഞ്ഞ ന്യായാണ്. 7 അജുവാക്കാരൊക്കെ കഴിച്ചാൽ വിഷം തീണ്ടുകയില്ല എന്നതാണ് എങ്കിൽ നീ ഒന്ന് തിന്ന് കാണിക്കുക. ഈ അടുത്ത് ഒരാൾ ഇതേ വാദം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ മറുപടി എന്താണ്? തിന്ന് കാണിക്കുന്നല്ലേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ നീ റസൂൽ ചോദിക്കോ, റസൂലെ നിങ്ങളൊന്ന് തിന്ന് കാണിക്കുക? ഞാൻ ഇപ്പം കാഫിറാണ്. ഇപ്പയും ഇത് കുഫറിന്റെ വാദമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഉള്ളതാ. ആ ചർച്ച വേറെയാണ്, പലപ്പോഴായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ 3 കൂട്ടരും, ഈ 3 കൂട്ടരിൽ ഏത് കൂട്ടരിലാണ് നാം എന്ന് നാം പരിശോധിക്കണം. ഒന്നാമത്തെ കൂട്ടരായ അഹ്ലു സുന്നയിലാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കൽപ്പിക്കുകയോ നിരോധിക്കുകയോ ചെയ്താൽ സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും അറിയിച്ചു തന്നാൽ ആമന്നാ വസദ്ദഖ്നാ, വിശ്വസിച്ചിരിക്കുന്നു സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒന്നാം കൂട്ടരിലാണോ നമ്മൾ? അതല്ല ഷഹാദത്ത് ബാത്തിലാക്കിയ ബാക്കി 2 കൂട്ടരിലാണോ നാം എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച വാദമാണ്. ദീനിലുള്ളതിനെ തള്ളുക എന്നുള്ളതും അതിഗുരുതരമായ വാദമാണ്. ഈ 2 വാദവും നമുക്കുണ്ടാകാൻ പാടില്ല. ദുൽഹിജ്ജ മാസത്തിൽ ഈ 3 കൂട്ടരും നമുക്ക് കാണാം. ഒന്നാമത്തെ കൂട്ടർ ദുൽഹിജ്ജ മാസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നവർ, ആ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലുകൾ മാത്രം ചെയ്യുന്നവർ, അഹ്ലു സുന്ന. രണ്ടാമത്തെ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവരെ വക മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നവർ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ നിസ്കാരം നിസ്കരിക്കുന്നവർ, പുതിയ നോമ്പ് നോക്കുന്നവർ, പുതിയ ദിക്റും സലാത്തും ഹൽക്കയും നടത്തുന്നവർ, അക്കൂട്ടരെയും നമുക്ക് കാണാം. മൂന്നാമത്തെ കൂട്ടരുണ്ട്. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഒരു മാസല്ലേ, അത് സൃഷ്ടിയല്ലേ, നമ്മൾ സൃഷ്ടി പൂജകരാണ്, നമ്മൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഒരു മാസത്തെ ബഹുമാനിക്കണം. അങ്ങനെ മാസത്തെ ബഹുമാനിക്കുക, വ്യക്തികളെ ബഹുമാനിക്കുക, ശക്തികളെ ബഹുമാനിക്കുക എന്നുള്ള അന്യമതസ്ഥരുടെ ശീലല്ലേ. നമ്മൾ എന്തിനാണ് ദുൽഹിജ്ജയെ ബഹുമാനിക്കേണ്ടത്? ദുൽഹിജ്ജ എന്നൊരു മാസമുണ്ട്. ആ മാസത്തിൽ റസൂലുള്ളാഹി നോമ്പ് നോക്കാൻ പറഞ്ഞെങ്കിൽ നോമ്പ് നോറ്റോ, നിസ്കരിക്കാൻ പറഞ്ഞെങ്കിൽ നിസ്കരിച്ചോ, അത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ദുൽഹിജ്ജ മാസം എന്നൊരു മാസത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്ന അഖിലാനികൾ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ തള്ളുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആത്മീയതയിൽ നിന്നും മാറിപ്പോയവർ, അവർക്കെല്ലാം അങ്ങനെയാണ്. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ളതാണ്,
ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബിൽഡിംഗ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളതാണ്, ഒരു പുസ്തകം. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കാൻ നിസ്കരിക്കാനുള്ളതാണ്, ഒരു മാസം. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആ മാസത്തിൽ നിന്നും ആത്മീയത കൊള്ളാൻ, പവിത്രമാക്കപ്പെട്ട മാസം വന്നാൽ ഇത് പവിത്രമാക്കപ്പെട്ട മാസമാണ്, ആ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ അതിക്രമം കാണിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞ ആ മാസത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊള്ളാൻ, ആത്മീയത നേടിയെടുക്കാൻ ആ മാസം വരുമ്പോൾ ഒരുങ്ങാൻ ഈ കൂട്ടർ തയ്യാറാകുകയില്ല. വെള്ളിയാഴ്ച ദിവസം ശ്രേഷ്ഠതയുള്ള ദിവസമാണ്, ദിവസങ്ങളുടെ കൂട്ടത്തിൽ നേതാവാണ്. അള്ളാഹുവിന്റെ അടുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഇവർക്ക് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചാൽ മാത്രം മതി. വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങുക, കഹ്ഫ് സൂറത്ത് ഓതിയിട്ട് ഒരുങ്ങുക, പുതിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് കുളിച്ച് മാറ്റി ആ ദിവസത്തെ ബഹുമാനിച്ചാദരിച്ച് ഇബാദത്തുകൾ നിർവഹിച്ച് ജുമാക്ക് വേണ്ടി വരുന്ന ഒരു പ്രവണതയൊന്നും ഇവരിലില്ല. പിന്നെന്തേ ഉള്ളൂ? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കണം, അത്രേ ഉള്ളൂ. അവിടുത്തെ പള്ളിയിൽ പോവാം. അല്ലാണ്ട് വെള്ളിയാഴ്ചക്ക് എന്താ തിങ്കളാഴ്ച വ്യാഴാഴ്ച ബുധനാഴ്ച പോലെ തന്നെ എന്ന് കാണുന്നവർ അപകടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മൂന്ന് കൂട്ടരിൽ ആരിലാണ് നമ്മൾ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടരിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്നാമത്തെ കൂട്ടരിലേക്ക് വരണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് സഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ചത്, സഹാബാക്കളെ പിൻപറ്റി ജീവിച്ച മറ്റുള്ളവർ അയിമ്മത്തുകൾ എങ്ങനെയാണോ ജീവിച്ചത്, അതുപോലെ ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീൻ പഠിച്ച് അതിനെ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ ശ്രേഷ്ഠതയുള്ള അമല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശർ. അമൽ ഒരു ദിവസവും തന്നെയില്ല, ആ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യൽ അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ 10 ദിവസത്തെക്കാൾ. അതായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ചെയ്യുന്ന അമല് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ആനന്ദമുണ്ടാകുകയാണ്, ആവേശം ഉണ്ടാകുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുന്ന ദിവസങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് എന്നുള്ള താല്പര്യത്തിൽ, ആവേശത്തിൽ അമൽ ചെയ്യാൻ മുന്നോട്ട് വരികയാണ്. അതാണ് ആത്മീയത, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദുൽഹിജ്ജ മാസം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരുങ്ങാൻ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന ആവേശത്തിൽ മുന്നോട്ട് വരുന്നവർ അവരാണ് അഹ്ലുസുന്ന. അക്കൂട്ടലിലാണ് നമ്മൾ പെടേണ്ടത്. അതിനാണ് ആത്മീയത എന്ന് പറയാ. ആത്മീയത ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയും പണ്ഡിതന്മാർ. ആത്മീയത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗപ്പെടുത്തുക, റമദാൻ വരുമ്പോൾ പ്രത്യേകമായി ഒരുങ്ങുക, ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ഖുർആൻ ഓതുക, നോമ്പ് നോക്കുക, മുഹറം മാസം വരുമ്പോൾ നോമ്പ് അന്വേഷിക്കുക, നോമ്പ് അധികരിപ്പിക്കുക, ദുൽഹിജ്ജ മാസം വരുമ്പോൾ റസൂൽ പഠിപ്പിച്ച അമലുകൾ ചെയ്യുക, വെള്ളിയാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങുക, പള്ളിയിൽ വരുമ്പോൾ പള്ളിയുടെ അദബ് പാലിക്കുക. ഇതൊക്കെയാണ് ആത്മീയത. അതിനുവേണ്ടി ഒരുങ്ങുക. അങ്ങനെയുള്ള ആത്മീയത നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ചെയ്യേണ്ട ഏതാനും ചില അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് നോമ്പാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. 9ാമത്തെ നോമ്പിന് പ്രത്യേകതയുണ്ട്, അറഫ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ അറഫ നോമ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം. ഇതിനില്ല, പാപങ്ങൾ മാപ്പാക്കപ്പെടുന്ന നോമ്പാണ് അറഫ നോമ്പ്. അതുപോലെ തന്നെ അതിന് മുമ്പും ദുൽഹിജ്ജ 8 വരെ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്, പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണ്.
പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ സാധിക്കുന്നവർ, ആരോഗ്യമുള്ളവർ, നാട്ടിൽ താമസിക്കുന്നവർ, പ്രയാസമില്ലാത്തവർ നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ഹംദ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളതും ഏറെ പ്രിയപ്പെട്ടതുമായ അമൽ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകൾ കാണാതെ പഠിക്കുക, എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും മഹത്തരമായ അമല് ഹജ്ജും ഉംറയുമാണ്. ഹജ്ജും ഉംറയും. ഹജ്ജ് ഇസ്ലാമിന്റെ റുക്നുകളിൽ ഒന്നാണ്. ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് ഹജ്ജാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സലാത്തി വ ഈതാഇസ് സകാത്തി വൽ ഹജ്ജി വ സൗമി റമളാൻ. ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. 1-2 ഷഹാദത്ത് കലിമകൾ, 2 നിസ്കാരം നിലനിർത്തൽ, 3 സകാത്ത് കൊടുക്കൽ, 4 ഹജ്ജ് ചെയ്യൽ, 5 റമളാൻ മാസം നോമ്പ് നോക്കൽ. ഫർളായ ഒരു ഇബാദത്താണ്. ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നവർ, പൈസയുള്ളവർ, ആരോഗ്യമുള്ളവർ നിർബന്ധമായും ഹജ്ജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഹജ്ജ് ചെയ്യാനുള്ള പൈസയുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനുവേണ്ടി അവർ ഒരുങ്ങുന്നില്ല. ഒരുങ്ങിയാലേ വയ്യുള്ള എളുപ്പാക്കി തരുള്ളൂ. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, ബിസിനസിന് വേണ്ടിയിട്ട് പല നാടുകളിലും പോകാറുണ്ട്, ആഴ്ചകളോളം നിന്നിട്ട് തിരിച്ചു വരാറുണ്ട്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിന് പോകാൻ വേണ്ടി അവർ ഒരുങ്ങുന്നില്ല. അത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഉംറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹജ്ജും ഉംറയും നിങ്ങൾ തുടരെ ചെയ്യണം. ഹജ്ജ് ചെയ്തവർ ഉംറ ചെയ്യണം, ഉംറ ചെയ്തവർ ഹജ്ജ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ തുടർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്നവർക്ക് അവർ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് മടങ്ങി വരുന്നത് എന്ന് പണ്ഡിതമക്കളിൽ ഒരു ചർച്ചയുണ്ട്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ചെറുപാപങ്ങൾ മാപ്പാക്കും. സൽക്കർമ്മങ്ങൾ ചെറുപാപങ്ങളുടെ പ്രായശ്ചിത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിലൂടെ അള്ളാഹു ആ പാപം മാപ്പാക്കും. നമ്മൾ നോമ്പ് നോറ്റാൽ നോമ്പിലൂടെ ആ പാപം അള്ളാഹു മാപ്പാക്കും. നമ്മൾ സദക്ക കൊടുത്താൽ സദക്കയിലൂടെ അള്ളാഹു ആ പാപം മാപ്പാക്കും. സൽക്കർമ്മങ്ങൾ ചെറുപാപങ്ങളുടെ പ്രായശ്ചിത്തമാണ്. സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ ചെറുപാപങ്ങളെ മായ്ച്ചു കളയും എന്ന്. എന്നാൽ വൻപാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്യാതെ അവന് മാപ്പില്ല. വൻപാപത്തിന് തൗബ നിബന്ധനയാണ്, ഷർത്താണ്. തൗബയില്ലാതെ വൻപാപം അള്ളാഹു പുറത്തു കൊടുക്കൂല. അതായത് സൽക്കർമ്മങ്ങളിലൂടെ വൻപാപം അള്ളാഹു മായ്ച്ചു കളയില്ല എന്നർത്ഥം. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നാൽ ഒരു സൽക്കർമ്മമുണ്ട്, ആ സൽക്കർമ്മത്തിലൂടെ അള്ളാഹു വൻപാപവും മായ്ച്ചു കൊടുക്കും. അത് ഹജ്ജാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് ചെയ്തുകൊണ്ട് മടങ്ങി വന്നാൽ അവൻ ഉമ്മ പ്രസവിച്ച കുട്ടി മടങ്ങി വന്നതുപോലെയാണ്. ഉമ്മ പ്രസവിച്ച കുട്ടി എങ്ങനെയാണോ ആ കുട്ടിയെ പോലെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. ഈ ഹദീസിലൂടെ മനസ്സിലായി, ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നവന് ഒരു പാപം ഉണ്ടാവില്ല, ചെറുപാപം ഉണ്ടാവില്ല, വൻപാപവും ഉണ്ടാവുകയില്ല. ഹജ്ജ് വൻപാപത്തെയും മായ്ച്ചു കളയുന്ന ഒരു അമലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സമ്പത്തുള്ളവർ, ആരോഗ്യമുള്ളവർ നിർബന്ധമായും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകണം, അതിനുവേണ്ടി ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 4-ാമത്തെ അമല് ഉളുഹിയ്യത്താണ്. അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തൽ ഏറെ പുണ്യമുള്ള അമലാണ്. ഉളുഹിയ്യത്തിന് സാധിക്കുന്നവർ മുന്തിയ ഇനം ആട് മാടൊട്ടകങ്ങളെ വാങ്ങി അറവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പാർട്ട്ണറാകാൻ പറ്റുന്ന വിഷയത്തിൽ പോത്തിൽ പാർട്ട്ണറാകാൻ പറ്റും, പാർട്ട്ണറാകുക. ഒന്ന് വാങ്ങാൻ പറ്റാത്തവർ പോത്തിൽ 7 എണ്ണത്തിൽ പാർട്ട്ണറാവാം. ഒരു പങ്കാളിയാകാൻ പറ്റുമോ നോക്കുക. വലിയൊരു അമലാണ്. ദുൽഹിജ്ജ മാസത്തിൽ
സദക്ക കൊടുക്കൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അറവ് നടത്തൽ ഏറെ പുണ്യമുള്ള അമല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒരുങ്ങണം. ഉളുഹിയ്യത്ത് ഇറക്കാൻ സാധിക്കുന്നവർ ഒരുപാട് സാധിക്കുന്നവരുണ്ട്. പക്ഷെ നിയത്ത് വെക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അറവ് നടത്തുക എന്നുള്ളത് ഒരു ഇബാദത്താണ് എന്ന ആത്മീയത ഉൾക്കൊള്ളാൻ അത്രക്കാർക്ക് പറ്റുന്നില്ല. സമ്പത്തുള്ളവർ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഉളുഹിയ്യത്ത് ഇറക്കുന്നവർ വളരെ കുറവാണ്. ഒറ്റക്കറക്കാൻ സാധിക്കുന്നവരുണ്ട്. അവർ പൈസ കുറക്കാൻ വേണ്ടിയിട്ട് പാട്ടുണ്ടാവും. 7 പേരിൽ ഒന്നാകും. ഒറ്റക്കന്നെ ഇറക്കുക. ധാരാളം അറവുകൾ നടക്കണം. അറവ് നടത്തുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് ബലിയർക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, സ്വർഗം നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.